റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. തിരുവനന്തപുരം ബോണക്കാട്ട് കുടിവെള്ള പ്രതിസന്ധി. ജൽജീവൻ മിഷൻ പദ്ധതി പാതി വഴിയിൽ നിലച്ചതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയത്. 156 കുടുംബങ്ങളാണ് കുടിവെള്ള പ്രതിസന്ധിയെ തുടർന്ന് നെട്ടോട്ടമോടുന്നത്. വിതുര ഗ്രാമപഞ്ചായത്തായിരുന്നു കുടിവെള്ളം നൽകി വന്നത്. എന്നാൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചതോടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരുന്ന കുടിവെള്ളവും കിട്ടാത്ത സ്ഥിതിയിലായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ തോട്ടം തൊഴിലാളിക്ക് നമ്മുടെ നരേന്ദ്രമോദിയിൽ നിന്ന് കോടികൾ അനുവദിച്ച് ഒരു പൈപ്പ് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. പക്ഷേ അതിന് ബാക്കി നാനും കൂടെ സർവേ ചെയ്ത് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മുകളിൽ നല്ല ടാങ്ക് കെട്ടി നല്ല പൈപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നാണ് പദ്ധതി. പക്ഷേ അവർ കുറച്ച് പൈപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നു ഈ നമ്മുടെ റോഡ് സൈഡൊക്കെ കുറച്ച് കുളിച്ചിട്ട്, പക്ഷേ അത് കൂടുതൽ താത്തിട്ടിട്ടുമില്ല. അത് വെള്ളത്തിൽ മറ്റേ ഒലിപ്പ് വന്നപ്പോൾ പൈപ്പൊക്കെ മുകളിലോട്ട് വന്നു. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഇവിടെ ചുമ്മാ കയറി വന്ന് വണ്ടിയെ കാലിൽ കയറി പൈപ്പും പൊട്ടിപ്പോയി. പക്ഷേ ആ വെള്ളം ഇതുവരെ വെള്ള പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തുകാരും ഇത് കറക്റ്റ് ചെയ്ത് തരുന്നില്ല. ഇതിനെ വിശ്വസിച്ച് അതും ചെയ്യുന്നില്ല, അതിനെ വിശ്വസിച്ച് ഇവരും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ വെള്ളം ചില ആൾക്കാർക്ക്, ചില രോഗികളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് സമയത്തിന് കുടിവെള്ളം കിട്ടുന്നില്ല. ഈ മഴ പർവ്വത്തിലൊക്കെ ഈ ഓടയൊക്കെ വരുന്ന വെള്ളമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പൈപ്പിൽ വെള്ളം വന്നാലല്ലേ ആൾക്കാർ പിടിക്കുള്ളൂ. പക്ഷേ അത് ഇതുവരെ ടാങ്കി പൂർത്തിയായിട്ടില്ല. വെള്ളമില്ല. ഇന്നലെ തന്നെ ഇത്തിരി വെള്ളം വന്നു. കുടിവെള്ളമാണ് ഇപ്പോൾ ரொம்ப ബുദ്ധിമുട്ട്. വെള്ളം കാലിലൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കാലിലെ വെള്ളം വരണേ, അത് വരാൻ പറ്റില്ല. പഠിക്കരുത്, മോളായിട്ട് കാര്യം വരാൻ പറ്റില്ല. ഇവിടെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഇപ്പോൾ നമുക്ക് വെള്ളം. അരുൺ സോളമൻ ചേരുന്നു. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. പൈപ്പുണ്ട്, വെള്ളമില്ല. വെള്ളം എത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. അതാണല്ലേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. ബോണക്കാട്ടെ പ്രതിസന്ധി പരിഹരിക്കാൻ ആരുടെ ഇടപെടലാണ് അടിയന്തരമായി വേണ്ടത്? സുജയ, നിലവിൽ ഈ പദ്ധതി 2019 ആരംഭിച്ച പദ്ധതി 2024 പൂർത്തിയാക്കാനിരുന്ന പദ്ധതിയാണ്. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആ പദ്ധതി വീണ്ടും നീട്ടിവെക്കുകയായിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി മുന്നോട്ട് പോയത് കൊല്ലം ജില്ലയിൽ 75%, തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ 65%. പക്ഷേ ബോണക്കാടിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി. ഇതിലേറെ പറയേണ്ടുന്നൊരു കാര്യം, ജൽജീവൻ മിഷൻ പദ്ധതി വരുന്നതിന് മുൻപ് അവിടെ വിതുര ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ജൽജീവൻ മിഷൻ പദ്ധതി ആരംഭിച്ചു. അവിടെ പൈപ്പുകൾ ഇട്ടതിനു ശേഷം ഈ പൈപ്പുകൾ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങൾ വന്നതിനെ തുടർന്ന് ആ പൈപ്പുകളൊക്കെയും പൊട്ടിത്തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം കഴിഞ്ഞ കാലവർഷക്കെടുതിയിലൊക്കെയും ഈ മണ്ണ് ഒലിച്ചു പോവുകയും ആ പൈപ്പുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 423 കോടി അധികമായിട്ട് ചെലവിട്ട ഒരു പദ്ധതി കൂടിയാണ്. കാരണം 6310 കോടി രൂപയാണ് നിലവിൽ സംസ്ഥാനം ഇതിനു വേണ്ടി ചെലവഴിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഒരുപോലെ വിഹിതം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ നിലവിൽ 156 കുടുംബങ്ങൾ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. കാരണം പ്രത്യേകിച്ചും ഒരു മലയോര പ്രദേശമാണ്. അവിടെ പഞ്ചായത്തെങ്കിലും അടിയന്തരമായിട്ട് അവർ നൽകേണ്ടുന്ന കുടിവെള്ളം നൽകിയേ മതിയാവൂ. കാരണം നേരത്തെ പഞ്ചായത്ത് നൽകി വന്നിരുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ്. പക്ഷെ അത് നൽകാതെ വന്നതോടുകൂടി ഇപ്പോൾ അവർ ആ കുടുംബങ്ങൾ പൂർണ്ണമായിട്ടും ഈ മലയോരത്തു നിന്ന് വരുന്ന അഴുക്ക് ചാലുകളിലെ വെള്ളം ശേഖരിച്ച് വെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയിരിക്കുകയാണ് സുജയ. അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.